വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പൊ നമ്മൾ നാവിഗേഷൻ ചെയ്തു, അതേപോലെ തന്നെ സൈഡ് ബാർ നാവ് ബാർ ഒക്കെ ചെയ്തു. ഒരുവിധം നമുക്ക് ആപ്ലിക്കേഷന്റെ ഫംഗ്ഷനാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫംഗ്ഷനാലിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം റൺ ചെയ്യുന്ന ഒരു കമാൻഡ് എന്ന് പറയുന്നത് npm കമാൻഡ് ആണ് റൺ ചെയ്യുന്നത്. npm സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്. ആ കമാൻഡ് വരുന്നത് ഈ ഒരു പാക്കേജ് ഡോട്ട് JSON നമ്മൾ സ്ക്രിപ്റ്റ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റാർട്ട് കമാൻഡ് ഇതാണ് റൺ ചെയ്യുന്നത്. npm റൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ npm സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ കോഡ് റിയാക്ട് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള npm പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിപ്പെൻഡൻസീസിൽ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ട് സ്ക്രിപ്റ്റ്സ് കാണാം. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റിയാക്ടിന്റെ ടീം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അത് റൺ ചെയ്യുന്നത് സാധാരണ നമ്മളൊരു HTML അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പോലെ തന്നെ പബ്ലിക് ഫോൾഡറിലുള്ള ഇൻഡെക്സ് HTML ഫയലാണ് റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് റീലോഡിങ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രൗസർ റീഫ്രഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ ഇൻഡെക്സ് HTML പറഞ്ഞു, അവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ID റൂട്ട് എന്ന് പറഞ്ഞ ഒരു div എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു റിയാക്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡിൽ വന്നിട്ട് നമ്മൾ മെയിൻ ഫയൽ എന്ന് പറയുന്നത് index.jsx ആണ്. JS ആയിരുന്നു, ഞാൻ JSX ആക്കി മാറ്റിയിട്ടുണ്ട്, റീനെയിം ചെയ്തിട്ടുണ്ട്. ആപ്പ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രം അത് റീനെയിം ചെയ്യും, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആദ്യം റൺ ചെയ്യുന്നത് ഈ ഒരു index.jsx ഫയലാണ്. ഈ ഒരു ഫയൽ വന്നിട്ട് നമ്മൾ റൂട്ട് ഐഡന്റിഫൈ ചെയ്യും. റൂട്ട് റിയാക്ട് ഡോം എന്ന് പറയുന്ന പാക്കേജിൽ നിന്ന് ഒരു ക്രിയേറ്റ് റൂട്ട് എന്ന ഫംഗ്ഷൻ വിളിച്ചിട്ട് നമ്മളെ റൂട്ട് എന്ന് പറയുന്ന എലമെന്റ് പാസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റൂട്ട് എലമെന്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ റൂട്ട് എലമെന്റിലേക്ക് നമ്മുടെ പാക്കേജ് റെൻഡർ ചെയ്യും. ഇവിടെ നമ്മൾ റിയാക്ടിന്റെ സ്ട്രിക്റ്റ് മോഡ് എനേബിൾ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആപ്പ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് നമ്മൾ റെൻഡർ ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ആപ്പ് എന്ന് പറയുന്നത് app.jsx ഫയലാണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ റൗട്ടിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ട്. റൗട്ടിംഗിൽ നമ്മൾ റൗട്ടറിൽ ഓരോ റൗട്ടും എനേബിൾ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പാത്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലാഷ് ഉണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്, അതേപോലെ സ്റ്റാഫ് ഉണ്ട്, അങ്ങനെ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡെക്സ് ഫയലിലേക്ക് app.jsx ഫയൽ എത്തും, അതുവഴി റൗട്ടർ എത്തും. ആ റൗട്ടറിൽ നമ്മൾ ഓരോ കമ്പോണന്റും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ലിസൺ ചെയ്യും, നമ്മളെ ബ്രൗസറിൽ പാത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ലിസൺ ചെയ്യും. ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണന്റ് റെൻഡർ ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ആവുന്നത്. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ആവുന്നത്? അങ്ങനെ ഫൈനലി ഈ എല്ലാ ജാവാസ്ക്രിപ്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ട് ഒന്നിലധികമോ ജങ്ക് ഫയൽസോ ആയിട്ട് നമ്മൾ റിയാക്ട് സ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഇൻഡെക്സ് HTML ഫയലിലേക്ക് സ്ക്രിപ്റ്റുകളൊക്കെ റെൻഡർ ചെയ്യും, അതായത് ഇൻജെക്ട് ചെയ്യും. ഇൻജെക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ബ്രൗസറിൽ റൺ ചെയ്യുന്നത്. അപ്പൊ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ അതിന്റെ സോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ വ്യൂ പേജ് സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു HTML കണ്ടന്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അഡീഷണൽ ആയിട്ട് കാണാൻ പറ്റുന്ന bundle.js എന്നൊരു കണ്ടന്റ് കൂടെ കാണാം. ഈ ഒരു bundle.jsലാണ് നമ്മളുടെ എല്ലാ കോഡും നമ്മൾ കമ്പോണന്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാക്കിയിട്ട് വെബ് പാക്ക് എന്ന് പറയുന്ന ടൂളാണ് ഈ ഒരു പാർട്ട് ചെയ്യുന്നത്. റിയാക്ട് സ്ക്രിപ്റ്റിലുള്ള വെബ് പാക്ക് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് എല്ലാ JS ഫയലും ബണ്ടിൽ ചെയ്ത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ജാവാസ്ക്രിപ്റ്റ് ഫയലാണ് നമ്മുടെ കണ്ടന്റ് ഒക്കെ നമ്മൾ ആക്ഷൻ അനുസരിച്ച് റെൻഡർ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എലിമെന്റ്സ് ഒക്കെ കാണാൻ പറ്റുകയും ചെയ്യും. സൈഡ് ബാർ ആയാലും നമ്മൾ ഏതൊക്കെ കമ്പോണന്റ്സ് ആണോ റെൻഡർ ആയിട്ടുള്ളത് ആ കമ്പോണന്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത്. നമ്മൾ റിയാക്ടിന്റെ അല്ലെങ്കിൽ ആംഗുലാർ, Vue.js ഇങ്ങനെയുള്ള ഫ്രെയിംവർക്ക് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന SPA എന്ന് പറയുന്നത് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ റൗട്ടിൻ നാവിഗേഷൻ അനുസരിച്ച് പേജ് റീഫ്രഷ് ചെയ്യാതെ ആ ഒരു ഏരിയയിൽ കണ്ടന്റ് ഏരിയയിലുള്ള കണ്ടന്റ് മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു അപ്രോച്ചിനാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിയാക്ട് റൗട്ടർ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഞാനിപ്പോ സ്റ്റുഡന്റിലാണുള്ളത്, അവിടെ ഞാൻ ഡാഷ്ബോർഡിലേക്ക് പോവാണ്. ഡാഷ്ബോർഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഐക്കൺ ശ്രദ്ധിക്കണം, ടൈറ്റിലുള്ള ഒരു ഐക്കൺ അല്ലെങ്കിൽ പേജ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ റീഫ്രഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്ത കോഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്ന കാണാം. ആ ഒരു ചേഞ്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പേജ് റീലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ അപ്രോച്ചിലല്ല ഇപ്പോൾ ഉള്ളത്. ഡീഫോൾട്ട് ആയിട്ട് പുതിയ റിയാക്ട് റൗട്ടർ 6.15 നമുക്ക് ബൈ ഡീഫോൾട്ട് ക്ലയന്റ് സൈഡ് റൗട്ടിംഗ് അല്ല ഉള്ളത്. അത് കംപ്ലീറ്റ് പേജ് റീഫ്രഷ് ചെയ്യും. ഇനി അതെങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. അതായത് റിയാക്ടിലിന്റെ റൗട്ടറിൽ ക്ലയന്റ് സൈഡ് റൗട്ടിംഗ് സപ്പോർട്ടഡ് ആണ്. അതെങ്ങനെയാണ് എനേബിൾ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ ലിങ്ക് എവിടെയാണോ കൊടുത്തത് ആ ഒരു ലിങ്ക് ആ ഒരു രീതി നമുക്ക് മാറ്റാൻ. ഇവിടെ നമ്മൾ nav ലിങ്ക് ആണ് കൊടുത്തത്. അതായത് A ടാഗ് ആയിട്ടാണ് ഈ ഒരു nav ലിങ്ക് എന്നുള്ള കമ്പോണന്റ് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ കമ്പോണന്റ് ആണ് നമ്മൾ nav ഇൻക്ലൂഡ്
ചെയ്തത് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്നാണ്. അപ്പൊ അവര് ബിഹൈൻഡ് ദ സീൻ ഈ ഒരു കമ്പോണന്റിന്റെ ഉള്ളിലുള്ള ഒരു എ ടാഗ് ആണ്. അപ്പൊ എ ടാഗ് അങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം റിയാക്ടിന്റെ റൗട്ടറിൽ ഒരു ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ആ ഒരു ടാഗ് ഉപയോഗിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ആ ലിങ്ക് ഡയറക്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് റിയാക്ടിന്റെ ബൂട്ട്സ്ട്രാപ്പും വേണം, റിയാക്ട് റൗട്ടറും വേണം, രണ്ടും കൂടെ വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഒരു കമ്പൈൻ ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻ ചെയ്യാം. ആദ്യം നമ്മൾ ഈ നാവ് ലിങ്കിനെ നമ്മൾ ഒരു നാവ് ഐറ്റത്തിന്റെ ഉള്ളിലേക്ക് മാറ്റും. അതായത് ഇപ്പൊ ഈ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റിൽ നാവ് ഐറ്റം HRF ആ ഒരു പാത്ത് കൂടെ കൊടുക്കും സ്റ്റുഡന്റ്. എന്നിട്ട് നമ്മളുടെ ആ ഒരു നാവ് ലിങ്ക് അതിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്യും. ഈ നാവ് ഐറ്റം നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ഇമ്പോർട്ട് ചെയ്യണം. നാവ് ഐറ്റം എറർ ഒന്നുമില്ല. ഇതേപോലെ എല്ലാ നാവ് ലിങ്കും ഞാൻ നാവ് ഐറ്റത്തിൽ റാപ്പ് ചെയ്യാണ്. നമ്മൾ എല്ലാ മെനൂസും നാവ് ഐറ്റത്തിൽ നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു നാവ് ഡോട്ട് ലിങ്കിന് ആസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ HRF എന്നുള്ളത് മാറ്റിയിട്ട് 2 എന്നാക്കണം. നാവ് ലിങ്കിന്റെ മാത്രം, നാവ് ഐറ്റത്തിന്റെതല്ല. അപ്പൊ നാവ് ലിങ്കിൽ വന്നിട്ട് ആ HRF 2 ആക്കി അതിനുശേഷം ആസ് എന്ന് കൊടുത്തിട്ട് എന്തായിട്ടാണ് ഈ ഒരു നാവ് ലിങ്ക് റെൻഡർ ചെയ്യേണ്ടത്, എ ടാഗ് ആയിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏത് കമ്പോണന്റ് ആണ് ഈ നാവ് ലിങ്കിൽ റെൻഡർ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർട്ടി റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിൽ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ പറയാണ് ഈ ഒരു കമ്പോണന്റ് നാവ് ലിങ്ക് റെൻഡർ ചെയ്യേണ്ടത് ലിങ്ക് ആയിട്ടാണ് റെൻഡർ ചെയ്യേണ്ടത് എന്ന് പറയാം. ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ്. ആ കമ്പോണന്റ് നമ്മൾ റിയാക്ടിന്റെ റൗട്ടറിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ ആ ലിങ്ക് ഇവിടെ റിയാക്ട് റൗട്ടർ ഡോമെന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആസ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അത് എല്ലാ എലമെന്റിനും ഞാൻ അത് ചേഞ്ച് കൊടുക്കുകയാണ്. നാവ് ലിങ്കിൽ വന്നു HRF എന്നുള്ളത് 2 ആക്കി മാറ്റി. അതിനുശേഷം ആസ് ലിങ്ക് ആയിട്ടാണ് അത് റെൻഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ലിങ്ക് എന്ന് പറയുന്നത് റിയാക്ട് റൗട്ടർ എന്ന് വരുന്നതാണ്. ഇവിടെ എല്ലാ എലമെന്റിനും ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ബ്രൗസറിൽ വന്നു, ഡാഷ്ബോർഡിലാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റുഡന്റിൽ ക്ലിക്ക് ചെയ്തു. സ്റ്റുഡന്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ആ ടൈറ്റിൽ ഐക്കൺ റീഫ്രഷ് ആയിട്ടില്ല. ബ്രൗസറിന്റെ റീഫ്രഷ് ഐക്കൺ ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ ആ റൗട്ടിന്റെ നാവിഗേഷൻ മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാഫിലേക്ക് പോവാണ്. സ്റ്റാഫിലേക്ക് പോകുമ്പോൾ ഇൻസ്പെക്ട് എലമെന്റിന്റെ ആ ഒരു ഏരിയ ശ്രദ്ധിക്കണം. ഞാൻ ഇൻസ്പെക്ട് എലമെന്റ് ഓപ്പൺ ചെയ്ത് എലമെന്റ് സെക്ഷനിലാണുള്ളത്. അതിൽ ആ ഒരു ചേഞ്ച് ചെയ്യുന്ന പാർട്ട് ഒരു കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കണം. അക്കൗണ്ട്സിൽ വന്നപ്പോൾ ഈ ഒരു ഡിവ്, നാവ്, ഡിവ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇനി ലൈബ്രറി സെലക്ട് ചെയ്ത് ആ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആ ഒരു കണ്ടന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഓരോ ഏരിയക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അല്ലാതെ എൻറ്റയർ പേജ് റീഫ്രഷ് നടക്കുന്നില്ല. അപ്പൊ ഇതാണ് ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് ഈ ഒരു അപ്രോച്ച് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നമ്മളെ മെനൂസ് അതിന്റെ ഒരു ടെക്സ്റ്റ് അലൈൻമെന്റ് കറക്റ്റ് ആയിട്ടില്ല. കാരണം ഓരോ ഐക്കണിനും ഡിഫറെന്റ് വിഡ്ത് ആയിരിക്കും ഉണ്ടാവും. അതിന്റെ ഒരു ഡിസൈൻ അനുസരിച്ച് ഹോമിന്റെ ഒരു വിഡ്ത് ആയിരിക്കില്ല ഒരു സ്റ്റാഫിന്റെ ഐക്കൺ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ലൈബ്രറിന്റെ ഐക്കൺ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഐക്കണിന് ഡിഫറെന്റ് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു മെനൂസിന്റെ ടെക്സ്റ്റിന്റെ ലെഫ്റ്റ് അലൈൻമെന്റ് കറക്റ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ ലോഗോന്റെ അവിടെ വൺ സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റും കറക്റ്റ് ആയിട്ടില്ല. അത് നമുക്കൊന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു SVG ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു പാത്ത് ചെക്ക് ചെയ്യാണ്. അതായത് നമ്മൾ സൈഡ് ബാറിൽ നാവ് ലിങ്കിന്റെ ഉള്ളിലുള്ള SVG app.css വന്നു. സൈഡ് ബാറിൽ നാവ് ലിങ്കിന്റെ ഉള്ളിലുള്ള സ്പാൻ അല്ല SVGക്കാണ് നമ്മൾ സ്റ്റൈൽ കൊടുക്കുന്നത്. നമ്മളൊരു വിഡ്ത്ത് സെറ്റ് ചെയ്ത് നോക്കാം. വിഡ്ത്ത് 50px സ്പെസിഫിക് ആയിട്ട് വിഡ്ത്ത് കൊടുത്തു. അപ്പൊ അത്രയും വിഡ്ത്ത് എടുക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അവിടെ റൈറ്റിലുള്ള സ്പേസ് പ്രോപ്പർ ആണ്. അപ്പൊ അത്രയും വിഡ്ത്ത് വേണ്ട, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 30 പിക്സൽ കൊടുത്ത് നോക്കാം. 30 പിക്സൽ കൊടുത്തപ്പോൾ സ്പേസ് അത് എടുത്തു. അത് കറക്റ്റ് ആ ഒരു 30 പിക്സൽ സ്പേസ് എടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ടെക്സ്റ്റ് ഒക്കെ എല്ലാ ടെക്സ്റ്റും ലെഫ്റ്റ് അലൈൻമെന്റ് പ്രോപ്പർ ആണ്. ഇനി ആ ഒരു ലോഗോന്റെ ടെക്സ്റ്റ് കൂടെ നമുക്ക് ലെഫ്റ്റ് സ്പേസിങ് കൊടുക്കാം. ഇൻസ്പെക്ട് ചെയ്തു. എ ടാഗ് ആണ്. എ ടാഗ് വന്നു. അതിൽ IMG കഴിഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ അവിടെ. ഈ ഒരു വിഡ്ത്ത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് നാവ്ബാർ ബ്രാൻഡിന്റെ ഉള്ളിലുള്ള ഇമേജിന് റൈറ്റ് പാഡിങ്ങോ അല്ലെങ്കിൽ മാർജിനോ കൊടുക്കാം. നാവ്ബാർ ബ്രാൻഡ് അതിന്റെ IMGയിൽ നമുക്ക് മാർജിൻ റൈറ്റ് കൊടുക്കാം. മാർജിൻ റൈറ്റ് 15px ആണ്. അപ്പൊ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യാണ്. VAR സ്പേസ്. അപ്പൊ നമുക്ക് അവിടെ എനഫ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെനൂസും കറക്റ്റ് ആയി, ലോഗോസും കറക്റ്റ് ആയിട്ടുണ്ട്.